ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 20 ഓം റെസിസ്റ്റൻസ് ആണ്. 20 ഓം റെസിസ്റ്റൻസ് ഇതൊരു ബാറ്ററിയുമായി കണക്റ്റഡ് ആണ്. ഇത് 5 വോൾട്ട് ബാറ്ററിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര? അതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുക. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഓംസ് ലോ I എന്ന് പറയുന്നത് V/R ആണ്. I ഈക്വൽ ടു V/R. V എന്ന് പറയുന്നത് 5 വോൾട്ടും R എന്ന് പറയുന്നത് 20 ഓമുമാണ്. സോ ദ ആൻസർ ബിക്കം 1/4 ആംപിയർ. I എന്ന് പറയുന്നത് 1/4 ആംപിയർ ആണ്. ഇതാണ് ആൻസർ. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്? വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഈ റെസിസ്റ്റൻസ് 20 ഓം ആണ്. ബാറ്ററി ഈ സെല്ല് 5 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്ര? I ഈക്വൽ ടു V/R, V ഈക്വൽ ടു 5, R ഈക്വൽ ടു 20, 5/20, 1/4 ആംപിയർ. ദ ആൻസർ ഈസ് 1/4 ആംപിയർ. സോ ഈ ക്ലാസിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്താണ് കറണ്ട് എന്ന കോൺസെപ്റ്റും കൂടി ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് കറണ്ട്? എന്താണ് കറണ്ട്? കറണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സർക്യൂട്ടിലൂടെ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് 1 കൂളം പെർ സെക്കൻഡ് ആണ്. 1 കൂളം പെർ സെക്കൻഡ്. 1 കൂളം പെർ സെക്കൻഡ്. സോ 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് 1 കൂളം സെക്കൻഡ് ആണ്. കൂളം പെർ സെക്കൻഡ്. 1 കൂളം പെർ സെക്കൻഡിനാണ് 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. സോ ഈ സർക്യൂട്ടിലൂടെ, ഈ പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. 1 കൂളം ചാർജസ് ആണ് ഒരു സെക്കൻഡിൽ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നത്. അതാണ് 1 ആംപിയർ കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആംപിയർ എന്ന കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓംസ് ലോവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓംസ് ലോവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. റെസിസ്റ്റൻസ് 20 ഓം ആണ്. ബാറ്ററി 5 വോൾട്ട് ആണ്. കറണ്ട് I ഈക്വൽ ടു V/R ആണ്. V എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആണ്. R 20 ഓം ആണ്. I ഈക്വൽ ടു 1/4 ആംപിയർ. സോ ദ കറണ്ട് ഈസ് 1/4 ആംപിയർ. സോ 1 ആംപിയർ എന്ന് പറയുന്നത് 1 കൂളം പെർ സെക്കൻഡ് ആണ്. 1 കൂളം പെർ സെക്കൻഡ്. സോ 1 കൂളം പെർ സെക്കൻഡ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജ് ആണ് ഈ പോയിന്റിലൂടെ കടന്നു പോവുക. അതാണ് 1 കൂളം പെർ സെക്കൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജ് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. സോ 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ 1 കൂളം ഈക്വൽ ടു ± Ne എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. കാരണം എന്താ? ഏറ്റവും ചെറിയ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോൺ പ്രോസസ് ചെയ്യുന്ന ചാർജ് ആണ് ഏറ്റവും ചെറിയ ചാർജ്. സോ 1 കൂളം ഈക്വൽ ടു ± Ne എന്ന് എഴുതാം. സോ N ഈക്വൽ ടു 1 കൂളം ബൈ E എന്ന് എഴുതാം. 1 കൂളം ബൈ E. സോ 1 കൂളം ബൈ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻⁹. 1 കൂളം ബൈ 1.6 into 10⁻⁻⁹ കൂളം. സോ അതാണ് ±n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ± വേണ്ട, n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്രയും ഇലക്ട്രോൺസ് ഈ 1 കൂളം ചാർജിൽ പ്രോസസ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ബിക്കം n ഈക്വൽ ടു 1 കൂളം ബൈ ഇത്രയും ഇലക്ട്രോൺസ് ഈ 1 കൂളം ചാർജിൽ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഇലക്ട്രോൺസ്. സോ ഇത് എന്ന് പറയുന്നത്
10/16 ആണ് ഇൻറ്റു 10⁻19 ആണ്. സോ 0.1 ഇൻറ്റു 6 electrons. So 6 into 10⁻18 electrons. 6 into 10⁻18 electrons ആണ് ഈ 1 കൂളം ചാർജിൽ പൊസസ് ചെയ്യുന്നത്. 6 into 10⁻18 electrons ആണ് ഈ 1 കൂളം ചാർജിൽ പൊസസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ മീനിങ്. അതാണ്. സോ എന്താണ് കറണ്ട് എന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു, എന്താണ് വോൾട്ടേജ് എന്ന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു, എന്താണ് ഓംസ് ലോ വെച്ച് എങ്ങനെയാണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത്തരം മറ്റൊരു ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.